നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാഡം ടെൻഷൻ ആവണ്ട. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല സോഫി. മാഡത്തിന്റെ ഒരു അത്യാവശ്യം വരുമ്പോ സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ. പിന്നെ 3 മാസം കഴിയുമ്പോ ജോസഫ് ഓസ്ട്രേലിയയിൽ നിന്ന് വരും. അതുവരെ നന്ദു ഇവിടെ നിൽക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇല്ല സോഫി, 3 മാസമൊന്നും സമയം എടുക്കില്ല. അതിനു മുമ്പ് ഇതിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അവൾ എങ്ങോട്ട് രക്ഷപ്പെട്ടാലും അരമണിക്കൂറിനുള്ളിൽ കുഴഞ്ഞു വീഴും. അത്രയും ഡോസുള്ള മരുന്നാ ഞാൻ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത്. അവള് വല്ല വണ്ടിക്കടിയിലും പെട്ട് വീണ തീർന്നു. എന്റെ അനിയത്തി എവിടെ നിതീഷ്? എന്റെ പൊന്നേട്ടത്തി, അത് ഞാൻ എങ്ങനെ അറിയാനാ? ഇപ്പൊ വീട്ടിൽ വന്ന് കേറിയപ്പോഴല്ലേ ഞാനും സംഭവങ്ങളൊക്കെ അറിഞ്ഞത്. ദൈവത്തെ ഓർത്ത് നീ എന്നോട് കള്ളം പറയരുത്. നീ അറിയാതെ അവൾ എവിടെയും പോയില്ലെന്ന് എനിക്ക് ഉറപ്പാ. സത്യം പറയും. അവൾ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നീ വിളിച്ചിട്ടല്ലേ? നിന്നെ കാണാനല്ലേ? നന്ദുവിന് കൂട്ടുകാരെന്ന് പറയാൻ വേറെ ആരുമില്ല. ആരെയും കാണാനായിട്ട് അവൾ അങ്ങനെ പോവാറുമില്ല. അവളുടെ അവസ്ഥ നമുക്ക് രണ്ടുപേർക്ക് അറിയാവുന്നല്ലേ. അവളുടെ വയറ്റിൽ വളർന്ന നിന്റെ കുഞ്ഞല്ലടാ. അവള് നിന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരിക്കുക. ഒന്ന് പറ നിതീഷ്, എന്താ സംഭവിച്ചത്? അവൾ എവിടെ ഉള്ളത്? അവൾ സേഫ് ആണെന്ന് മാത്രം എനിക്കറിഞ്ഞാ മതി. അതെങ്കിലും ഒന്ന് പറ. ഏട്ടത്തി പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു. അവളുടെ വയറ്റിൽ വളർന്നത് എന്റെ കുഞ്ഞു തന്നെയാ. പക്ഷെ അവൾ എങ്ങോട്ടാ പോയതെന്നോ എന്തിനാ പോയതെന്നോ എനിക്കറിയില്ല. എന്നെ ഒന്ന് വിശ്വസിക്കേ. ചെയ്ത കാര്യങ്ങളല്ലേ എനിക്ക് ഏൽക്കാൻ പറ്റൂ. ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ ഏൽക്കാനാ? ഇത് എവിടേക്ക് പോയതാണെന്നോ ആരുടെ കൂടെ പോയതാണെന്നോ ഒന്നും എനിക്കറിയില്ല. ദൈവത്തെ ഓർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് എന്നെ വലിച്ചേക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.